കമ്മ്യൂണിസ്റ്റ് ആവാൻ സമസ്തയുടെ ഫത്വ വേണ്ട. എന്താണ്? കമ്മ്യൂണിസ്റ്റ് ആവാൻ സമസ്തയുടെ ഫത്വ വേണ്ട. അതല്ലെങ്കിലും ജലീല് റിപ്പോർട്ടർ ടി വിയിൽ നൽകിയ ഒരു അഭിമുഖത്തിൽ ജലീലിൻ്റെ അവകാശവാദമാണ്. എന്താണ് പറയുന്നത്? കമ്മ്യൂണിസ്റ്റ് ആവാൻ സമസ്തയുടെ ഫത്വ വേണ്ട എന്ന്. ശരിയാണ്, കമ്മ്യൂണിസ്റ്റ് ആവാൻ സമസ്തയുടെ ഫത്വ വേണ്ട. അതല്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാർ എങ്ങനെ ജീവിക്കണമെന്ന് സമസ്ത പറയാറില്ല. സമസ്ത പറഞ്ഞതും പറയുന്നതും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇനി അങ്ങോട്ട് പറയാൻ പോകുന്നതും മുസ്ലിമായ വിശ്വാസിയായ ഒരു വ്യക്തി എങ്ങനെയാണ്, അയാളെക്കുറിച്ചുള്ള ഫത്വകളാണ് സമസ്ത പറയുന്നത്. അയാളെക്കുറിച്ചുള്ള ചട്ടങ്ങളും നിയമങ്ങളും ചട്ടക്കൂടുകളുമാണ് സമസ്ത പറയുന്നത്. അതല്ലാതെ കമ്മ്യൂണിസ്റ്റ് എങ്ങനെയാവണമെന്ന് സമസ്ത പറയാറില്ല. അത് സമസ്തയുടെ പണിയുമല്ല. അതുകൊണ്ട് ജലീലിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ, മനസ്സിലായില്ലേ? സമസ്ത അത്തരം കാര്യങ്ങളിൽ പറയാറില്ല. സമസ്ത ദീനിന്റെ നിലപാടാണ് പറയുന്നത്. ദീനാണ് സമസ്ത പറയുന്നത്. സമസ്ത മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. ജലീലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ദീനല്ല പ്രശ്നം, മനസ്സിലായില്ലേ? കോടിയേരി സഖാവ് പറഞ്ഞതുപോലെ പുരോഹിതനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കാം. പക്ഷേ അംഗത്വം എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് പാർട്ടി പറയും. അത് തന്നെയാണ് ജലീലിൻ്റെ പ്രശ്നവും. ജലീല് ഇപ്പോഴും ഈ പറയുന്ന മുനാഫിക്കിൻ്റെ പണിയെടുക്കണ്ട, രണ്ട് വെള്ളത്തിലും കാല് വേണ്ട. ജലീല് പൂർണ്ണമായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെ നിന്നോ. ജലീൽ അവിടെ നിൽക്കുന്നതിനെ കൊണ്ട് ആർക്കും ഒരു എതിരഭിപ്രായമില്ല. പക്ഷെ അവിടെയും ഇവിടെയും അത് പറ്റില്ല ജലീലെ. സമസ്ത ദീന് പറയും, ദീനേ പറയൂ. കമ്മ്യൂണിസം സമസ്ത പറയില്ല. കമ്മ്യൂണിസം പറയാന് ജലീലിനെ ചുവന്ന ഷാൾ അണിയിച്ച് സ്വീകരിച്ച, പാത്തുമ്മക്കുട്ടിയെയും ചുവന്ന ഷാൾ അണിയിച്ച് സ്വീകരിച്ച പിണറായി വിജയനുണ്ട്. അപ്പോൾ ഇനി മുതൽ ജലീലിൻ്റെ മുഫ്തി അത് പിണറായി വിജയനാ, അല്ലെങ്കിൽ കോവിന്ദനാ, അതല്ലെങ്കിൽ വിജയന്റെ തീട്ടം നക്കുന്ന ഏതെങ്കിലും അടിമകളാ. അതിവിടെ നമ്മളെ വിഷയമല്ല, കാരണം പിണറായി വിജയന്റെ ഫത്വക്കനുസരിച്ച് ജീവിക്കുകയല്ല ഒരു വിശ്വാസിയുടെ ധാർമ്മികത എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അവിടെ അങ്ങനെ. അതുകൊണ്ട് സമസ്ത എന്ത് പറയും എന്നുള്ളത് തീരുമാനിക്കാൻ ജലീൽ വളർന്നിട്ടുണ്ടാ? ജലീൽ വളർന്നിട്ടില്ലടോ. ജലീല് വെറും ക്രിമികീടം മാത്രമാണ്. സമസ്ത എന്ത് തീരുമാനിക്കണം, സമസ്ത എന്ത് പറയണം, സമസ്ത എന്ത് പറയരുത്, ഇതൊന്നും ജലീലല്ല തീരുമാനിക്കുന്നത്. മനസ്സിലായില്ലേ? ആൻഡ് ജലീലെ ദയവ് ചെയ്തിട്ട് മനസ്സിലാക്കുക, സമസ്ത ഇന്നുവരെ കമ്മ്യൂണിസ്റ്റ് ഇപ്പൊ നല്ല കേഡർ പാർട്ടി ക്രിമികീടം, അവൻ എങ്ങനെയാ പ്രവർത്തിക്കേണ്ടത് എന്നാണോ സമസ്ത പറഞ്ഞു കൊടുക്കുന്നത്? നെവർ എവർ, ഒരിക്കലും അത് പറയില്ല, അത് പറഞ്ഞിട്ടുമില്ല. സമസ്ത പറയുന്നത് മുസ്ലിമായ വ്യക്തി എങ്ങനെ ജീവിക്കണം, അത് എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്. സമസ്ത മുസ്ലിമാണ്, വിശ്വാസിയാണ്, ഏതെങ്കിലും വഴി മാറി അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടുണ്ടെങ്കിൽ അവരോടത് പറഞ്ഞിട്ടുണ്ട്. അത് ഇനിയും പറയും. അത് കമ്മ്യൂണിസ്റ്റുകാരനോട് പറഞ്ഞിട്ടില്ല. ഇപ്പൊ പിണറായി വിജയനോട് സമസ്ത എവിടെയും പറഞ്ഞിട്ടില്ല മോളെ മുഹമ്മദ് റിയാസിന് കെട്ടിച്ചു കൊടുക്കരുത് എന്ന്. അല്ലെങ്കിൽ മുഹമ്മദ് റിയാസിനോട് സമസ്ത പറഞ്ഞിട്ടില്ല പിണറായി വിജയന്റെ മകളെ കെട്ടരുത് എന്ന്. മനസ്സിലായില്ലേ? അതെന്തുകൊണ്ടാ? അത് സമസ്തയുടെ പണിയല്ലാത്തത് കൊണ്ട്. പക്ഷേ സമസ്ത പറയും, ദീനിന്റെ നിലപാടുകള് ദീന് പറയും, വിശ്വാസികളോട് പറയും. മനസ്സിലായില്ലേ? വിശ്വാസികളോട് സമസ്ത അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരനോട് ഇന്ന ഫത്വ, അതാണ് ഫത്വ, ഇതാണ് രീതി, ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് സമസ്ത പറയില്ല. പക്ഷെ വിശ്വാസിയോട് പറയും. അത് പറഞ്ഞുകൊണ്ടിരിക്കുക. സമസ്തയുടെ 10,000-കണക്കിന് മദ്രസകളിലൂടെ, പള്ളികളിലൂടെ, പള്ളി ദർസുകളിലൂടെ, അറബിക് കോളേജുകളിലൂടെ, ഇതിനൊക്കെ പുറമെ മഹല്ലുകളിലൂടെ സമസ്ത ദീന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് ഇനിയും പറയും ജലീല്. ജലീല് ഇപ്പോ സമസ്ത ഒരു ഫത്വ, ഒരു മുഷാവറ കഴിഞ്ഞിട്ട് വാർത്താ സമ്മേളനം നടത്തുമ്പോൾ, അല്ലെങ്കിൽ സമസ്ത അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ, എടോ ജലീലേ എന്ന് വിളിച്ചിട്ടല്ല സമസ്ത പറയുന്നത്. ജലീലിന് വേണമെങ്കിൽ കേൾക്കാം, വേണ്ടെങ്കിൽ കേൾക്കണ്ട. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഫത്വയൊന്നും സമസ്ത പറയില്ല. വിശ്വാസി എങ്ങനെയാവണം എന്നുള്ളത് സമസ്ത പറയും, പറഞ്ഞുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? ജലീലൊക്കെ ആ സമസ്തയുടെ പേര് പോലും പറയാൻ
യോഗ്യതയില്ലാത്തവനാ യോഗ്യതയില്ലാത്തവനാ ലീഗ് പാർട്ടി സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനവും അത് അങ്ങനെ കാണുന്നുള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. അതല്ലാതെ ഇത്തരക്കാരെ ഒന്നും അതിൻ്റെ ഒരു പ്രശ്നം എന്താ അറിയോ ജലീലേ? ഇപ്പം ജലീലിന് ഇപ്പോൾ സമസ്തയുടെ നേതാക്കളായിട്ടോ അല്ലെങ്കിൽ ബന്ധം ഉണ്ടാവും, പരിചയം ഉണ്ടാവും, പോയി കണ്ടിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും, ചായ കുടിച്ചിട്ടുണ്ടാവും, ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതവിടെ കൊണ്ട് തീരും. അതിനപ്പുറം ജലീല് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാ എന്തുകൊണ്ടാ ജലീലിന് സമസ്തയുടെ ഏതെങ്കിലും ഒരു ഔദ്യോഗിക വേദിയിൽ എവിടെയെങ്കിലും എന്തെങ്കിലും രീതിയിൽ എന്തുകൊണ്ടാ അതില്ലാത്തത്? എന്തുകൊണ്ടാ അങ്ങനെ ഒരു പരിഗണന ലഭിക്കാതിരുന്നത്? ജലീൽ ചിന്തിച്ചിട്ടുണ്ടോ? അത് വേറൊന്നുമില്ല. അത് സമസ്തയുടെ നേതൃത്വത്തിന് ഒരു പ്രത്യേക കഴിവുണ്ട്. ഈ മുനാഫിക്കുകളെ തിരിച്ചറിയാനുള്ള ഒരു കഴിവ്. അങ്ങനെ തിരിച്ചറിഞ്ഞ പല മുനാഫിക്കുകളെയും സമസ്ത മാറ്റി നിർത്തിയിട്ടുണ്ട്. കാഴ്ചക്ക് ഭയങ്കര പത്രാസും താടിയും തലക്കെട്ടും ഒക്കെ ഉണ്ടാവും, പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നിഫാക്ക് ഉണ്ട് എന്ന് സമസ്തയുടെ നേതൃത്വത്തിന് മനസ്സിലായി കഴിഞ്ഞാൽ അങ്ങോട്ട് മാറ്റി നിർത്തും. അപ്പോൾ അവരൊന്നും കണ്ടിട്ടില്ല, അവരോടൊന്നും സംസാരിച്ചിട്ടില്ല, അവരെ കൂടെ ചായ കുടിച്ചില്ല, അല്ലെങ്കിൽ അവരെ കൂടെ ഏതെങ്കിലും വിരുന്നിൽ പങ്കെടുത്തില്ല, അങ്ങനെന്നല്ല എൻ്റെ അർത്ഥം. അതിന് മാറ്റി നിർത്തല. സാമൂഹികമായിട്ട് യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല, പക്ഷേ ആദർശപരമായിട്ട് മാറ്റി നിർത്തും. മനുഷ്യത്തൊക്കെ ഉണ്ടാവും. കണ്ടാൽ മിണ്ടും, വർത്താനം പറയും, സുഖാണെന്ന് ചോദിക്കും, ചിലപ്പോൾ സുഖമില്ലാതെ കടന്നാൽ കാണാൻ പോകും, ഇതൊക്കെ ചെയ്യും. അത് സാമൂഹികമായ പ്രതിബദ്ധതയാണ്. അതിനപ്പുറം ആദർശപരമായ ചില കാര്യങ്ങളുണ്ട്, അതിലവിടെ വിട്ടുവീഴ്ചയില്ല. അപ്പം അതുകൊണ്ട് ജലീലേ സമസ്ത എന്താണ് പറയുന്നത് എന്ന് ജലീലല്ല തീരുമാനിക്കുന്നത്. അത് സമസ്തയുടെ മഹാന്മാരായ പണ്ഡിതന്മാരുണ്ട്, അവർ തീരുമാനിക്കൂ. എന്തുകൊണ്ടാ ഈ പറയുന്ന ജലീലിനൊന്നും അവിടെ അടുപ്പിച്ചില്ല. നിങ്ങൾ നോക്കി ഇപ്പോൾ ഈ കഴിഞ്ഞ സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനം, മഹാസമ്മേളനം അവസാനിച്ചു. ജലീലിനെ ആരെങ്കിലും എവിടെയെങ്കിലും വിളിച്ചു കൊണ്ടുപോയിരുത്തിയോ? ഇനിയിപ്പോൾ അവിടെ ഒന്നും കൊണ്ടുകൊണ്ടിടോ. ഈ ശതാബ്ദി സന്ദേശയാത്ര മലപ്പുറം ജില്ലയിൽ 2 സ്ഥലത്ത് സ്വീകരണം നൽകി. ഒന്ന് തിരൂരിൽ, ഒന്ന് മലപ്പുറത്ത്. ഈ 2 സ്വീകരണ കേന്ദ്രങ്ങളിലും സ്വീകരണം നൽകിയപ്പോൾ ജലീലിനെ ആരെങ്കിലും വിളിച്ചോ? എന്തിനിപ്പോൾ ആ ശതാബ്ദി സന്ദേശയാത്ര നടക്കുമ്പോൾ ജലീല് ഈ പറയുന്ന MLA ആണ്, എന്നിട്ട് വിളിച്ചോ? എന്തേ അത് ചെയ്യാത്തത്? ആ ഏർപ്പാട് സമസ്തക്കില്ലടോ ജലീലെ. അതുകൊണ്ട് ജലീല് പറഞ്ഞ കാര്യം മാറിപ്പോയി. ജലീലിൻ്റെ പിഴവാണോ ഇനി അത് റിപ്പോർട്ടർ TV തിരിച്ച് മറിച്ചാണോ എന്നൊന്നും അറിയില്ല. ഇനിയിപ്പോൾ നീ അങ്ങനെ പറഞ്ഞാൽ കൂടി കമ്മ്യൂണിസ്റ്റ് ആവാൻ സമസ്തയുടെ ഫത്വ വേണ്ട. അത് ശരിയാ, കമ്മ്യൂണിസ്റ്റ് ആവുന്നതിനെ കുറിച്ച് സമസ്ത ഫത്വ പറയാറില്ല. സമസ്ത മുസ്ലിമിനെ, വിശ്വാസിയെ സംബന്ധിച്ചിട്ടുള്ള ഫത്വ മാത്രമാണ് പറയുന്നത്. കമ്മ്യൂണിസ്റ്റ് ആവാൻ സമസ്ത എന്തിനാണോ ഫത്വ പറയുന്നത്? സമസ്ത ദീനല്ല പറയുന്നത്. ദീനിൽ എവിടെയാ കമ്മ്യൂണിസം? കമ്മ്യൂണിസം? ദീനിൽ കമ്മ്യൂണിസം അല്ല. അതുകൊണ്ട് ദീന് പറയുന്ന സമസ്ത ഒരിക്കലും കമ്മ്യൂണിസ്റ്റ്. ഇപ്പോൾ സമസ്ത അറിയാം, ഇങ്ങനെ ചെയ്താൽ കമ്മ്യൂണിസ്റ്റ് ആവാം, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇങ്ങനെ ചെയ്യണം, കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങനെ ചെയ്യരുത്, കമ്മ്യൂണിസ്റ്റുകാരൻ അങ്ങോട്ട് നോക്കരുത്, അങ്ങനല്ല. സമസ്ത പറയുന്നത് എന്താ? ഒരു വിശ്വാസിയെ കുറിച്ചാ. ആ വിശ്വാസി എങ്ങനെയാവണം എന്നുള്ളതിനെ കുറിച്ചാണ് സമസ്ത പറയുന്നത്. അതുകൊണ്ട് സമസ്ത പറയുന്ന കാര്യങ്ങളെ നീ ഉൾക്കൊള്ളണമെന്നില്ല. അതിനെ ഉൾക്കൊള്ളാൻ, അതിനെ മാനിക്കേണ്ട രീതിയിൽ മാനിക്കാൻ കേരളത്തിൽ, ലോകത്തിൽ, വിവിധ ഭാഗങ്ങളിൽ ഇഷ്ടംപോലെ വിശ്വാസികളായിട്ടുള്ള ആളുകളുണ്ട്. സമസ്തക്ക് അത് മാത്രം നോക്കിയാൽ മതി. സമസ്ത നോക്കുന്നത് വിശ്വാസിയുടെ കാര്യങ്ങളെക്കുറിച്ചാ, വിശ്വാസത്തെക്കുറിച്ചാ, ദീനിനെ കുറിച്ചാ. അതിനപ്പുറം സമസ്തക്കതിൽ ഈ പറയുന്ന നീ പിണറായി വിജയൻ്റെ തീട്ടം നക്കുന്നുണ്ടോ, അതിലെത്ര കൃമിയുണ്ട്, ഏത് തരം കൃമികീടാണ് നീ, ഇതൊന്നല്ല സമസ്ത നോക്കുന്നത്. സമസ്ത നോക്കുന്നത് ഇവിടെ വിശ്വാസങ്ങൾ പ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുകയും ജീവിക്കുകയും അതിനെ മുറുകെ പിടിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു വലിയ വിശ്വാസ കൂട്ടമുണ്ട് ഇവിടെ. അവരുടെ നേതൃത്വത്തിൽ സമസ്തയുണ്ടാകും. അവരുടെ കടിഞ്ഞാണ് എന്നും സമസ്തയുടെ കയ്യിലുണ്ടായിരിക്കും. സമസ്ത അവരെ നിയന്ത്രിക്കും, അവരെ മുന്നോട്ട് നയിക്കും, നേരായ വഴിയിലൂടെ, നേരായ പാതയിലൂടെ.
സിറാത്തൽ മുസ്തഖീമിലൂടെ. അതാണ് സമസ്തയുടെ പണി. അതല്ലാതെ ജലീല് എരപ്പൻ ജലീല് എങ്ങോട്ടാ പോകുന്നത്, എരപ്പൻ ജലീല് എന്താ ചെയ്യണേ, ജലീല് തൂറുന്നുണ്ടോ, ജലീല് മൂത്രയിക്കുന്നുണ്ടോ, ഇതൊന്നല്ല. ജലീല് നിന്നിട്ടാണ് മൂത്രയിക്കുന്നത്, മൂത്രയിച്ചാ കഴുകുന്നുണ്ടോ, അതൊന്നും സമസ്തയുടെ വിഷയമേ അല്ലടോ എരപ്പ. നീ എന്താ കരുതിയത് സമസ്തയെക്കുറിച്ച്? സമസ്ത വിശ്വാസം പറയും, സമസ്ത ദീന് പറയും. എല്ലാ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, വെല്ലുവിളികൾ ഉണ്ടാകുമ്പോൾ, ദീനിനെ വെല്ലുവിളിക്കാൻ ആരെങ്കിലും ഇറങ്ങി പുറപ്പെടുമ്പോൾ അവിടെ സമസ്ത ദീന് പറയും. മനസ്സിലായില്ലേ? വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് ആകാൻ കഴിയില്ല എന്നുള്ള നിന്റെ പ്രസ്താവന, അല്ല കമ്മ്യൂണിസ്റ്റ് ആവുന്നതിന് കുഴപ്പമില്ല എന്നുള്ള നിന്റെ പ്രസ്താവന വന്നപ്പോഴാണ് വിശ്വാസിക്ക് ആവാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യം സമസ്ത പറഞ്ഞത്. ജലീലിനാകാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതല്ല പറഞ്ഞത്. കാരണം ജലീൽ മുനാഫിക്കാണ്. മുനാഫിക്കിന്റെ കാര്യം സമസ്തയല്ല പറയുന്നത്. സമസ്ത പറഞ്ഞത് വിശ്വാസിക്ക് കമ്മ്യൂണിസ്റ്റ് ആകാൻ പറ്റുമോ ഇല്ലയോ, അവിടെ എന്താണ് അതിൻ്റെ രീതി, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതാണ് സമസ്തയുടെ നോട്ടം. അപ്പോൾ സമസ്ത പറഞ്ഞത് വിശ്വാസിയെ കുറിച്ചാ, KT ജലീലിനെ കുറിച്ചല്ല. കാരണം ജലീൽ വിശ്വാസിയാണോ എന്നുള്ളത് ജലീൽ പറയണം, ജലീൽ കമ്മ്യൂണിസ്റ്റുകാരനാണോ ഇല്ലേ എന്നുള്ളത് ജലീൽ പറയണം. മുനാഫിക്കിന്റെ കാര്യത്തിൽ സമസ്തക്ക് വർത്താനമില്ല. സമസ്തയുടെ വർത്താനം അത്രയും വിശ്വാസിയുടെ ദീനിന്റെ ഈ ഉമ്മത്തിന്റെ കാര്യത്തിലാണ്. ജലീലെ എരപ്പത്തരം കാണിച്ചതും പോരായിട്ട് കടന്ന് ചിലക്കുന്ന പേപ്പട്ടി കുരക്കും പോലെ കുരക്കുന്നു നീ.